Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെങ്കിലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ജൂൺ 2 തുറക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ സാർ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് അറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. കാരണം എനിക്ക് 2 ദിവസം മുന്നേ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ സ്കൂൾ എന്നാൽ തുറക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളുകൾ ജൂൺ 2 തുറക്കും. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ SSLC പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഇനി +1 കുട്ടികൾക്ക് ജൂൺ 2 ക്ലാസ് തുടങ്ങില്ല. കാരണം അവരുടെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, പിന്നെ അഡ്മിഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പ്രോസസ്സ് അവർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ SSLC പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞ് +1 കുട്ടികൾക്ക് ജൂൺ 2 ക്ലാസ് തുടങ്ങില്ല. ബാക്കി എല്ലാ ക്ലാസ്സുകാർക്കും ജൂൺ 2 തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. എന്താ മക്കളെ, ഹാപ്പി ആയോ, സാഡായോ? സ്കൂൾ തുറക്കുന്ന നല്ല കാര്യമായിട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാം, പുതിയ ടീച്ചർ, നിങ്ങൾ പുതിയ ക്ലാസ്സിലേക്കാണ്, പുതിയ ആളുകളായിട്ട് പരിചയപ്പെടാം, പുതിയ ലോകങ്ങൾ നെയ്തെടുക്കാം. അപ്പോൾ സ്കൂൾ തുറക്കാൻ തുടങ്ങിയ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അപ്പം കേരളത്തിൽ ഇനി +1 കുട്ടികളൊഴികെ ബാക്കി എല്ലാവർക്കും ജൂൺ 2 തന്നെ സ്കൂൾ ആരംഭിക്കുന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ SSLC പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞ് +1 കുട്ടികളോട് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഞാൻ എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു യൂട്യൂബ് ചാനലോട് നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ ഉണ്ടോ, ഇത് SSLCക്കാർക്ക് മാത്രമല്ല കേട്ടോ, 8, 9, 10, 7, 8, 9, 10, +1, +2, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതാളുകൾക്കും ഉപകാരപ്പെടുന്ന എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് ഞാൻ തരുന്നത് ഈ എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു ചാനലിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള സന്തോഷം സാറൊക്കെ കൂടി സങ്കടപ്പെടുത്തി പോയല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ സ്കൂൾ തുറക്കാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊക്കെ ചെറിയ കുട്ടിയ സമയത്ത് പുതിയ ബാഗ്, ഉടുപ്പ്, ഡ്രസ്സ്, പിന്നെ കുട, അതൊക്കെ ആയിട്ട് പോയി ജിൽജിലാക്കിയിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ കാണട്ടെ, പുതിയ ആളുകൾ കാണട്ടെ, ജിൽജിലാവട്ടെ. അപ്പോൾ ജൂൺ 2 കേരളത്തിലെ +1 ഇനി +1 ആളുകൾക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ജൂൺ 2 സ്കൂൾ തുറക്കും. സോ എല്ലാവരും അടിച്ചുപോയിട്ട് സ്കൂളിലേക്ക് പോട്ടോ, സെറ്റാക്കി.